ഇന്ന് ഇവിടെയും യൂട്യൂബിലുമായിട്ട് വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ആശംസിക്കുകയാണ്. ആനന്ദകരവും ഫലകരവുമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് കൃപയുടെ സുവിശേഷം നാം നന്നായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതായത് സുവിശേഷത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. സുവിശേഷത്തെ വ്യതിയാനപ്പെടുത്തുന്നത് തെറ്റും അതിൻ്റെ ഫലം വിശ്വാസികളെ അർത്ഥപൂർണമായിട്ടുള്ള വളർച്ചയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതുമാകുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ നിന്നും ഒരു വേദഭാഗം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇതിലെ പ്രധാന ആശയം പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മരണത്തിൽ നിന്നും ജീവനിലേക്കും ദൈവത്തിൻ്റെ തീവ്രമായ കോപത്തിൽ നിന്ന് അവൻ്റെ അനുഭവമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കും വിവിധ തിന്മയുടെ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതത്തിൽ നിന്ന് കൃപയാൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതത്തിലേക്കും ഒരുവനെ നയിക്കുന്ന അതിശയകരമായിട്ടുള്ള സന്ദേശമാണ് സുവിശേഷം. സുവിശേഷത്താൽ രക്ഷ പ്രാപിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കരവിരുതാണ്, അല്ലെങ്കിൽ ശില്പമാണ്. അവർ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നതാണ് രക്ഷയുടെ ഉദ്ദേശ്യം. ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രധാന ആശയമായിട്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. വിജാതീയരായിട്ടുള്ള വിശ്വാസികൾ ഉൾപ്പെടുന്ന ഏഷ്യ മൈനറിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള എഫേസോസിലെ വിശ്വാസികളുടെ പുതിയ കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. എഫേസ്യ സ്ഥലമെന്ന് പറയുന്നത് ഇന്നത്തെ ടർക്കിയുടെ പടിഞ്ഞാറൻ തീരമാണ്. അവർ ക്രിസ്തുവിലുള്ള തങ്ങളുടെ പുതിയ ഐഡൻറ്റിറ്റി അഥവാ വ്യക്തിത്വത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഫലകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം സാധ്യമാകൂ. ആ ഉദ്ദേശത്തിൽ പൗലോസ് ദൈവം അവരെ തിരഞ്ഞെടുത്തതിലും വീണ്ടെടുത്തതിലും ദൈവത്തെ സ്തുതിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് അവർ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പ്രവേശിച്ചതിനാൽ തങ്ങളുടെ പുതിയ വ്യക്തിത്വത്തെക്കുറിച്ച്, തങ്ങളുടെ പുതിയ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം അവർക്കുണ്ടാകുവാനായിട്ട് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ കേന്ദ്രബിന്ദു എന്നത്.
തങ്ങളോടുള്ള ദൈവത്തിൻ്റെ കൃപയുടെ പ്രവർത്തനത്തിന് മുമ്പായി വായനക്കാർ അവരുടെ ദുരവസ്ഥയുടെ മുഴുവൻ വ്യാപ്തിയും ആദ്യം അറിയണം. എങ്കിൽ മാത്രമേ തങ്ങളുടെ രക്ഷയെ വിലമതിക്കുവാനും പൂർണ്ണമായി അതിനെ മനസ്സിലാക്കുവാനും അതിന് തക്കതായിട്ടുള്ള രൂപാന്തരം തങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാനും കഴിയുകയുള്ളൂ. ദൈവം എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നും അവരുടെ ജീവിതത്തിൽ അവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നും അവർ വ്യക്തമായി അറിയണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. ഈ വേദഭാഗത്തിൻ്റെ ദൈവശാസ്ത്രം എഫേസ്യ വിശ്വാസികൾക്കെന്ന പോലെ നമുക്കും ബാധകമാണ്. നമ്മുടെ മുൻപത്തെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പോൾ നാം എന്തായിരിക്കുന്നു എന്ന് നാം അറിയണം. എങ്കിൽ മാത്രമേ നമുക്കും ഫലകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം സാധ്യമാവുകയുള്ളൂ. ഈ വേദഭാഗത്ത് നിന്നും ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, മനുഷ്യരാശി മുഴുവനും അടിമത്തത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ്. മനുഷ്യരാശി മുഴുവനും അടിമത്തത്തിൽ കുടുങ്ങിയിരിക്കുന്നു. മനുഷ്യരാശി മുഴുവനും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം, രക്ഷിക്കപ്പെടാനല്ല, രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ത്രിവിധ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഈ അടിമത്തത്തെ ചിത്രീകരിക്കുവാൻ പൗലോസ് മരിച്ചിരിക്കുന്നു എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരിച്ചവർ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് നീക്രോസ് എന്ന വാക്കാണ്. നീക്രോസ് ഇത് ജീവനില്ലാത്ത അവസ്ഥയെ കുറിക്കുന്നു. ശാരീരികമായി മരിച്ചു എന്നല്ല, ആത്മീയമായി മരിച്ചു എന്നാണ് ഇവിടെ ഇത് അർത്ഥമാക്കുന്നത്. ദൈവത്തിൽ നിന്നും ആത്മീയമായി അകലുന്നതും അതിൻ്റെ ഫലമായുള്ള ധാർമ്മിക അധപ്പതനവുമാണ് ഈ മരിച്ച അവസ്ഥയ്ക്ക് കാരണം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ എന്നാണ് ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതായത് അവരുടെ ലംഘനങ്ങളും പാപങ്ങളുമാണ് മരണത്തിന് കാരണമായി തീർന്നത്. പാപം മൂലം വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അകന്നതിനാൽ ജീവൻ്റെ ചരട് അറ്റുപോയിരിക്കുകയാണ്. ജീവദാതാവായ ദൈവത്തിൽ നിന്ന് അവർ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ അവരുടെ സൃഷ്ടാവായ ദൈവവുമായി സഹവർത്തത്തിൽ ജീവിക്കുവാനോ ഉള്ള ആഗ്രഹമോ താല്പര്യമോ അവർക്ക് ഇല്ല. ദൈവത്തിൻ്റെ പ്രീതിയും പ്രത്യേകിച്ച് അവൻ്റെ രക്ഷയും നേടാൻ മരിച്ചവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് പൗലോസ് ഈ വേദഭാഗത്ത് പറയുന്നു. ആത്മീയമായി മരിച്ച് ഒരാൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ചാണ്. അതുകൂടാതെ ജഡമോഹങ്ങളിൽ നടക്കുന്നവരും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവരുടേത്. അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഗതിയും അവരുടെ ദൈനംദിന പെരുമാറ്റത്തെയും ചിന്തകളെയും നിർണയിക്കുന്നത് ഈ മൂന്ന് ശക്തികളാണ്. അവയുടെ പിടിയിൽ നിന്ന് മോചിതരാകണം എന്ന ആഗ്രഹം പോലും അവർക്ക് ഉള്ളതായി ഇവിടെ രേഖപ്പെടുത്തി കാണുന്നില്ല. ഇതായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്നത്. ഇനി നമ്മെ ഈ അടിമത്തത്തിൽ കീഴിൽ അടക്കി വച്ചിരുന്ന ഈ ശക്തികളെ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അവ എന്നത് ലോകം, ജഡം, പിശാച് എന്നിവയാണ്. അവയെ ചുരുക്കമായിട്ട് ഞാൻ വിവരിക്കാം. ഒന്നാമത്തേത് 1A ലോകം എന്ന് വിശേഷിപ്പിക്കാം. മനുഷ്യവർഗത്തെ അടിമത്തത്തിന് കീഴിൽ തളച്ചിട്ടിരിക്കുന്ന ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് ഈ ലോകമാണ്.
ഈ ലോകത്തിൻ്റെ കാലഗതി എന്നത് നാം ജീവിക്കുന്ന അനാരോഗ്യകരവും ദൈവവിരുദ്ധവുമായ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ അന്തരീക്ഷമാണ്. സാമൂഹികവും സാംസ്കാരികവുമായ തിന്മകളെന്ന് പറയുന്നത് മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ലൈംഗിക പീഡനങ്ങൾ, വിവാഹമോചനം, ഭ്രൂണഹത്യ, ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിലുള്ള വിവേചനം എന്നിവയാണ്. ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്കിലും ഇവിടെ ആരോപിതരായിട്ടുള്ള ആൾക്കാർ യാതൊരു ലജ്ജയുമില്ലാതെ അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ വിലസുകയാണ്. ഇത് കാണിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ആ വികലമായിട്ടുള്ള കാഴ്ചപ്പാടിനെയാണ്. സമൂഹം ഇവയെ ഒരു തിന്മയായി പോലും പരിഗണിക്കുന്നില്ല. അതുകൂടാതെ പിയർ പ്രഷർ, സമപ്രായക്കാരുടെ സമ്മർദ്ദം, പ്രത്യയശാസ്ത്രങ്ങൾ, ഐഡിയോളജീസ്, വ്യവസ്ഥകൾ അഥവാ സിസ്റ്റംസ്, പിന്നെ ഭരണഘടനകൾ അഥവാ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്നിവയുടെ സംഘടിത തിന്മയും ഈ ലോകത്തിൽ അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ദൈവത്തിൽ നിന്നും അവൻ്റെ ഉദ്ദേശ്യത്തിൽ നിന്നും തികച്ചും വേറിട്ട് ജീവിക്കുവാനുള്ള ഒരു സ്ക്രിപ്റ്റ് അഥവാ തിരക്കഥ നമുക്ക് നൽകുന്നു. രണ്ടാമതായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് ജഡമാണ്. 1B എന്ന് ഞാൻ അതിന് നാമകരണം ചെയ്യുന്നു. മനുഷ്യവർഗത്തെ അടിമത്തത്തിന് കീഴിൽ തളച്ചിട്ടിരിക്കുന്ന രണ്ടാമത്തെ ശക്തി ജഡം അഥവാ ഫ്ലഷ് ആണ്. തിന്മ ചെയ്യുവാനുള്ള ആന്തരിക പ്രവണതയും ചായുമാണ് ഈ ഫ്ലഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിന്മ ചെയ്യുവാനുള്ള ആന്തരികമായിട്ടുള്ള പ്രവണതയും അതിനുള്ള ഒരു ചായുവുമാണത്. അത് നമ്മിലേക്ക് തന്നെയുള്ള ഒരു ചായ്വിനെയാണ് കാണിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. അവിടെ പറയുന്നു, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. ഇവയൊക്കെയും നമ്മുടെ സ്വാർത്ഥതയുടെ ഫലമാണ്. സ്വാർത്ഥതയുടെ ഫലമായി അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്തതിൻ്റെ ഫലമായി, ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയാത്തതിൻ്റെ ഫലമായി നമ്മിൽ നിന്ന് വരുന്ന തിന്മകളാണ്. മൂന്നാമത്തേത് 1C പിശാച്. മനുഷ്യവർഗത്തെ അടിമത്തത്തിന് കീഴിൽ തളച്ചിട്ടിരിക്കുന്ന മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് പിശാചാണ്. പൗലോസ് പിശാച് എന്ന് നേരെ പറയുന്നതിന് പകരം പിശാചിൻ്റെ അസ്തിത്വത്തെയും അവൻ്റെ പ്രവൃത്തികളെയും വിശദമാക്കുന്ന പദപ്രയോഗങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി എന്നാണ് പൗലോസ് അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അവൻ ബുദ്ധിമാനും ശക്തനുമായിട്ടുള്ള ഒരു ആത്മാവാണ്, ഒരു ആത്മാവ്. അവൻ തികച്ചും ദുഷ്ടനും വ്യക്തികളുടെ ജീവിതത്തിലും വ്യക്തികൾ മുഖേനയും തനിക്ക് കഴിയുന്നത്ര തിന്മകൾ സമൂഹത്തിൽ ചെയ്യുന്നു. ഈ മൂന്ന് ശക്തികളും മനുഷ്യരാശിയെ മുഴുവനും ദൈവത്തിൻ്റെ വിശുദ്ധവും നീതിയുക്തവുമായ സ്വഭാവത്തിനെതിരെയുള്ള വ്യതിചലന പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന പ്രേരക ശക്തികളാണ്. യേശുവും യോഹന്നാനും ലൂക്കോസും പത്രോസും യാക്കോബും ഒക്കെ ഈ ശക്തികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മൂന്ന് അടിമത്ത ശക്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മൂവരും ചേർന്ന് ഒഴിവാക്കുവാനാകാത്ത ഒരു ബാന്ധവം
അല്ലെങ്കിൽ മരണക്കെണി മനുഷ്യന് ഒരുക്കുന്നു. അത് മനുഷ്യരാശിയെ ചിന്തയിലും പെരുമാറ്റത്തിലും പാപത്തിൻ്റെ ദൈനംദിന പാതയിൽ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഈ ശക്തികളിൽ ഒന്നാമത്തെ ശക്തി അഥവാ ലോകം ബാഹ്യമായിട്ടുള്ളതാണ് എങ്കിൽ രണ്ടാമത്തെ ജഡം എന്നുള്ളത് നമ്മുടെ ആന്തരികമായി ഉളവാകുന്ന ഒന്നാണ്. മൂന്നാമത്തെ ശക്തി പിശാച് ഈ ആദ്യ രണ്ട് ശക്തികളിലൂടെയും നേരിട്ടും പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അന്നത്തെ സമൂഹത്തിന് വിജാതീയരും, അതായത് വിജാതീയരും യഹൂദരും ഉൾപ്പെടുന്ന അന്നത്തെ സമൂഹത്തിന് മനുഷ്യവർഗത്തിൻ്റെ ഈ ധർമ്മസങ്കടത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ രോഗനിർണയം മനസ്സിലാക്കുവാൻ ഏറെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ പൗലോസ് ജഡം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച മനുഷ്യൻ്റെ തന്നിലേക്ക് തന്നെയുള്ള ചായ്വിനെ മനസ്സിലാക്കുവാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നിരിക്കണം. കാരണം സ്റ്റോയിസിസം അഥവാ നിസ്സംഗതാവാദം എന്നുള്ള ആശയമാണ്. ഈ ചിന്താഗതി, അതായത് ആത്മസംയമനമുണ്ടെങ്കിൽ നമുക്ക് ഏത് പാപത്തെയും അതിജീവിക്കുവാൻ കഴിയും എന്നുള്ള ആശയമാണ്. എന്നാൽ എത്ര തന്നെ ആത്മസംയമനം ഉണ്ടെന്ന് പറയുന്ന വ്യക്തികൾ പോലും പാപത്തിന് അതീതരാണ് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ലോകവും ദുരാത്മാക്കൾ എന്ന ആശയവും അന്നത്തെ സമൂഹം കൂടുതൽ എളുപ്പത്തിൽ അംഗീകരിച്ചിരിക്കാം. എന്നാൽ ഇന്നത്തെ മനുഷ്യർക്ക് ദുരാത്മാക്കളുടെ ഒരു മണ്ഡലത്തിലൂടെ മനുഷ്യരാശിയെ സ്വാധീനിക്കുന്ന പിശാച് എന്ന ആശയം ഉൾക്കൊള്ളുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആ സങ്കല്പം, പിശാച് എന്ന സങ്കല്പം അംഗീകരിക്കുവാൻ പോലും പലർക്കും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ പൗലോസ് പിശാചിനെയും ദുരാത്മാക്കളെയും കൈകാര്യം ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് അതിനെ വീക്ഷിച്ചു. അതുകൊണ്ട് വിശ്വാസികൾ ഉടനീളമായി ലോകത്തിലെ എല്ലാ സംസ്കാരത്തിലും ജനവിഭാഗങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഈ ദുഷ്ടാത്മശക്തികളെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ത്രിവിധ ശക്തികളുടെ നിയന്ത്രണത്തിലായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് മരിച്ച അവസ്ഥയിൽ ജീവിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ഏതൊരു വ്യക്തിയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ആ നിലയിൽ ഏതെങ്കിലും സൽപ്രവൃത്തികളാലോ സൽക്കർമ്മങ്ങളാലോ ദൈവത്തെ അവന് സാധിക്കുകയില്ല. അങ്ങനെയുള്ളവരുടെ സൽപ്രവൃത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കറപുരണ്ട പഴന്തുണി കഷ്ണം പോലെയാണെന്നാണ് യെശയ്യാപ്രവചനം 64:6 നാം വായിക്കുന്നത്. ഞങ്ങളുടെ നീതിപ്രവർത്തികൾ ഒക്കെയും കറപുരണ്ട പഴന്തുണി കഷ്ണം പോലെ എന്നാണ് അവിടെ നാം വായിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കോപത്തിന് മാത്രം പാത്രീഭൂതരായിരുന്നു മനുഷ്യവർഗം എല്ലാം തന്നെ. ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മാത്രം യോഗ്യതയുണ്ടായിരുന്നവർ. പാപത്തിൻ്റെ വ്യാപനവും ലോകത്തിലെ എല്ലാ ജനങ്ങളിലും തിന്മയുടെ വ്യാപനവും കണക്കിലെടുത്ത് രോഷാകുലനായിട്ടുള്ള ദൈവം മനുഷ്യ സൃഷ്ടിയെ തൻ്റെ ക്രോധത്തിൽ തുടച്ചു നീക്കിയാൽ ആർക്കും ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ദൈവം അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പൂർണ്ണത ആർക്കും വെളിപ്പെട്ട് കിട്ടുമായിരുന്നില്ല. അങ്ങനെ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം എന്താണ് ചെയ്തത് എന്നാണ് അടുത്തതായി ഈ വേദഭാഗത്ത് പറയുന്നത്. കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവം മനുഷ്യവർഗത്തോട് കൃപ കാണിച്ചു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റായിട്ടിരിക്കുന്നത്. കരുണയും കൃപയും നിറഞ്ഞ സ്നേഹവുമുള്ള ദൈവം വിശ്വാസത്താൽ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. 4-5 വാക്യങ്ങൾ നമുക്ക് നോക്കാം.
കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവത്തെ കരുണാസമ്പന്നൻ എന്നാണ് ഈ വാക്യം വിശേഷിപ്പിച്ചിരിക്കുന്നത്. കരുണയിൽ അതിസമ്പന്നനായിട്ടുള്ള ദൈവം, തൻ്റെ നിത്യസ്വഭാവത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. കാരുണ്യം കാണിക്കുന്നതിൽ ദൈവം ഒട്ടും പിശുക്ക് കാണിക്കുന്നില്ല. മാത്രവുമല്ല, മഹാസ്നേഹത്തിൻ്റെ ഉടമയുമാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മോട് കരുണ കാണിക്കുവാനുള്ള കാരണം ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്. അതായത് സ്നേഹിക്കപ്പെടുന്നവരുടെ യോഗ്യതയെ നോക്കാതെ അവരുടെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവം തൻ്റെ അളക്കുവാൻ കഴിയാത്ത അനന്തമായ സ്നേഹത്തിൽ നമ്മോട് കൃപ കാണിച്ചു എന്നാണ് തുടർന്ന് പറയുന്നത്. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹിക്കാത്ത ആനുകൂല്യം കാണിക്കുക എന്നതാണ്. അർഹിക്കാത്ത ആനുകൂല്യം കാണിക്കുക. പൗലോസ് ഇത് പറയുന്നത് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ താൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു എന്ന് 1 തിമോത്തിയോസ് 1:13 പറയുന്നു. അതിൻ്റെ സന്ദർഭമൊക്കെ നമുക്കറിയാം. താൻ മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്നും അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് ക്രിസ്തു വിശ്വാസികളെ കൊന്നൊടുക്കുവാനായിട്ട് പോയ വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. മാത്രമല്ല, സ്റ്റെഫാനസിനെ കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ താൻ അതിന് അവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് സാക്ഷി നിന്നവനുമാണ്. അതുകൊണ്ട് തനിക്ക് തൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള തന്നോട് ദൈവം കൃപ കാണിച്ചു. അപ്പോൾ കൃപയുടെ അർത്ഥം എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൗലോസ് ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം ദൈവത്തിനെതിരെ പ്രവർത്തിച്ചതും നമുക്ക് അർഹതപ്പെട്ടതും എന്താണെന്ന് ദൈവം അറിയുന്നു. എന്നാൽ അതിനു വിരുദ്ധമായി കരുണയിലും സ്നേഹത്തിലും അതിസമ്പന്നനായിട്ടുള്ള ദൈവം ക്രിസ്തുയേശുവിൽ തിന്മയുടെ ശക്തികളുടെ നിർബന്ധിത സ്വാധീനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി. അതിൻ്റെ പ്രാരംഭപടിയായി അവൻ നമുക്ക് ഒരു പുതിയ ജീവനെ നൽകി. മരിച്ച അവസ്ഥയിൽ നിന്നും അവൻ നമുക്ക് ജീവൻ നൽകി. ഇത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ദയയിൽ വേരൂന്നിയ അവൻ്റെ കൃപയുടെ ദാനമാണ്. നമ്മുടെ മരണവും പാപത്തിൻ്റെ അടിമത്തവും നിമിത്തം നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു മുൻകൈയോ യോഗ്യതയോ പ്രയത്നമോ ഇല്ലാതിരുന്നപ്പോഴാണ് ദൈവം ഈ കൃപ നമ്മോട് കാണിച്ചത്. ക്രിസ്തുയേശുവിൻ്റെ കാൽവലിയിലെ മരണം തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് എന്ന് വിശ്വസിക്കുന്ന ഏതൊരുവൻ്റെയും പാപങ്ങളെ മോചിക്കുവാനും അവർക്ക് നിത്യജീവൻ നൽകുവാനും ദൈവം മനസ്സുവെച്ചു എന്നതാണ് താൻ മനുഷ്യവർഗത്തോട് കാണിച്ച ദൈവകൃപ എന്നത്. ലോകമെമ്പാടുമുള്ള പല മതസംവിധാനങ്ങളും ദൈവത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രീതി നേടുന്നതിന് സൽക്കർമ്മങ്ങളെ ആശ്രയിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രീതി നേടാൻ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ശ്രമവും പൗലോസ് നിരസിക്കുന്നു. മനുഷ്യൻ്റെ രക്ഷയിൽ ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, കൃപ എന്നിവ മാത്രമാണ് ആധാരമായിരിക്കുന്നത്. അതിശയകരമെന്ന് പറയട്ടെ, സഭയ്ക്കുള്ളിൽ പോലും വേണ്ടത്ര സൽക്കർമ്മങ്ങൾ ചെയ്താൽ ദൈവം നമ്മിൽ പ്രസാദിക്കുകയും ആത്യന്തികമായി നമുക്ക് രക്ഷ നൽകുകയും ചെയ്യുമെന്ന ധാരണ ചിലരുടെയെങ്കിലും ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. ലിയോൺ മോറിസ് എന്ന ദൈവദാസൻ ഇത് നന്നായി പ്രകടിപ്പിക്കുന്നു. ക്രിസ്തുവിൽ നാം വിശ്വാസമർപ്പിക്കുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു.
പൗലോസ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ രക്ഷയുടെ അടിസ്ഥാനം എന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ആരുടെ എന്തെങ്കിലും സ്വഭാവ ഗുണമോ സൽപ്രവൃത്തികളോ ഒന്നുമല്ല അതിന് ആധാരം. ആത്മീയമായ മരണത്തിന് പരിഹാരം ഭൗതിക തലത്തിൽ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയുകയില്ലല്ലോ. സൂപ്പർ നാച്ചുറലായ ആത്മീയ പുനർജീവിപ്പിക്കൽ അഥവാ വീണ്ടും ജനനം കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിന് മുഖാന്തരമായി ഉപയോഗിക്കുന്നത് വിശ്വാസമാണ്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നു. വി ആർ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. ഇന്ന് സഭയിൽ രക്ഷ നാം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന ആശയം പലരുടെയും ഉള്ളിലുണ്ട്. അതവർ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന പലർക്കും പ്രധാനം ഇടതടവില്ലാത്ത സഭാപ്രവർത്തനങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനിയായിരിക്കുക എന്നതിനർത്ഥം പള്ളിയിലെ സേവനങ്ങളിൽ പങ്കെടുക്കുക, സഭാ സംഘടനകളിൽ പൂർണ്ണമായ പങ്കുവഹിക്കുക, പള്ളിക്ക് വേണ്ട സംഭാവനകൾ നൽകുക എന്നതൊക്കെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൂദാശ വിശ്വാസികളായിരിക്കുക, അതായത് വാഴ്ത്തപ്പെട്ട കൂദാശയിൽ പങ്കുചേരുക. ഈ വഴി പിന്തുടരുന്നവർ അതിനുള്ള ഉത്സാഹത്തോടെയുള്ള തയ്യാറെടുപ്പിലും വിശ്വസ്തമായ സ്വീകരണത്തിലുമുള്ള യോഗ്യതയെ കാരണം രക്ഷ അവർക്ക് ദൈവം നൽകും എന്നുള്ള ചിന്തയാണ്. എന്നാൽ രക്ഷ പൂർണ്ണമായും ദൈവകൃപയിൽ വേരൂന്നിയതാണെന്നും അവൻ്റെ സ്നേഹത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന സൗജന്യദാനമാണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് പൗലോസ് ഇവിടെ നമ്മെ നയിക്കുകയാണ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് രക്ഷ എന്നാൽ എന്താണ് എന്ന കാര്യമാണ്. രക്ഷ എന്ന വാക്കിന് ആപത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുക എന്ന അടിസ്ഥാന അർത്ഥമുണ്ട്. ഇവിടുത്തെ സന്ദർഭത്തിൽ അനുസരണക്കേടിൻ്റെ എല്ലാ മക്കളുടെയും മേലുള്ള അനിവാര്യമായിട്ടുള്ള ദൈവക്രോപത്തിൽ നിന്ന് രക്ഷിക്കുക, ജീവൻ നൽകുക, ജീവനോടെ നിലനിർത്തുക, സുഖപ്പെടുത്തുക, പൂർണ്ണമാക്കുക എന്നതാണ്. വിശ്വാസികൾ ക്രിസ്തുവുമായുള്ള ഗൗരവമേറിയതും കെട്ടുറപ്പുള്ളതുമായ അവിഭാജ്യമായിട്ടുള്ള ഉടമ്പടിയിലാണ് രക്ഷിക്കപ്പെടുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള വളരെ ഗൗരവമേറിയതും അവിഭാജ്യവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. അതിനാൽ ശാശ്വതമായി നാം ക്രിസ്തുവുമായി ഐക്യത്തിലാണ്. അവൻ മരിച്ചപ്പോൾ നാമും മരിച്ചു, അവനെ അടക്കം ചെയ്തപ്പോൾ നാമും അടക്കം ചെയ്യപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. അവൻ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നപ്പോൾ നാമും സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. ആക്ഷരികമായി നാം ജീവിക്കുന്നത് ഈ ഭൂമിയിലാണെങ്കിലും ആത്മീയമായി ഈ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. കൊലോസ്യർ 3:3 ഫിലിപ്പിയർ 3:20 ഈ സത്യം കൂടുതൽ വ്യക്തമായി പറയുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കൂടാതെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് ഫിലിപ്പിയർ 3:20 നാം വായിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാം ക്രിസ്തുവിൻ്റെ ശക്തിയിലും അധികാരത്തിലും പങ്കുചേരുന്നു എന്ന കാര്യമാണ്. നാം ക്രിസ്തുവിൻ്റെ ശക്തിയിലും അധികാരത്തിലും പങ്കുചേരുന്നു. രക്ഷ പാപമോചനത്തേക്കാൾ അധികമായ സംഗതിയാണ്. രക്ഷ പാപമോചനത്തേക്കാൾ കേവലം പാപമോചനത്തിൽ മാത്രം ഒതുങ്ങുന്ന രക്ഷയല്ല. അത് ക്രിസ്തുവിൻ്റെ ശക്തിയിലും തിന്മയുടെ ശക്തികളുടെ മേലുള്ള അധികാരത്തിലും പങ്കുചേരുന്ന ഒന്നാണ്. ക്രിസ്തുവിൻ്റെ ശക്തിയിലും തിന്മയുടെ ശക്തികളുടെ മേലുള്ള അധികാരത്തിലും പങ്കുചേരുന്ന ഒന്നാണ്.
രക്ഷയിൽ പാപമോചനം ഉൾപ്പെടുന്നുവെങ്കിലും ഒരിക്കൽ നമ്മുടെ ജീവിതത്തെ നിർണയിച്ച ശക്തികളിൽ നിന്നുള്ള മോചനവും അതിൽ ഉൾപ്പെടുന്നു എന്ന് പൗലോസ് ഇവിടെ ഊന്നിപ്പറയുന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലും ഉയർച്ചയിലും നമ്മുടെ യഥാർത്ഥ പങ്കാളിത്തം ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നു. അതിന് താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് എന്നുള്ളത് ക്രിസ്തുവിൽ എന്ന വാക്കാണ്, ഇൻ ക്രൈസ്റ്റ്. ഈ പ്രധാന സംഭവങ്ങളിൽ ക്രിസ്തുവുമായുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഒരു ബന്ധം നാം അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നാണ് പൗലോസ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ക്രിസ്തുവുമായുള്ള നമ്മുടെ ഐക്യം തിന്മയുടെ ശക്തികളുടെ മേൽ വിജയം നേടുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നു. ഈ 3 ശക്തികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മേലുള്ള അവയുടെ പിടി അയഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അവയുടെ ആധിപത്യത്തെ ചെറുത്തു തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്ന കാര്യമാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശ്വാസികൾ ഇപ്പോൾ സ്വതന്ത്രരും അവരുടെ സൃഷ്ടാവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് ജീവിക്കുവാൻ പ്രാപ്തരുമാണ് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. അതായത് പുതിയ മനുഷ്യന് യോഗ്യമായ ജീവിതം നയിപ്പാൻ നാം ഇന്ന് പ്രാപ്തരാണ്. തിന്മ ചെയ്തേ മതിയാകൂ എന്ന മുൻപത്തെ സ്ഥിതിവിശേഷം ഇപ്പോൾ നമുക്കില്ല. നമ്മുടെ മുൻപത്തെ അവസ്ഥ അഥവാ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേയുള്ള അവസ്ഥയിൽ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നമുക്ക് യാതൊരു നിലയിലും കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് അതിന് കഴിയും. ഈ കത്തിൻ്റെ ഒറിജിനൽ വായനക്കാർക്ക് ദുരാത്മാക്കളുടെ നിരന്തരമായ സ്വാധീനത്തെക്കുറിച്ച് കടുത്ത ആശങ്കയുണ്ടായിരുന്നു. ഇന്നും രക്ഷിക്കപ്പെട്ടു വരുന്നവർക്ക് ഇതുപോലെയുള്ള ഭയം നിലനിൽക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലെ മിക്ക ആളുകൾക്കും ചിക്കൻ പോക്സ് പിടിപെടുകയുണ്ടായി. അതിന് കാരണമായി അവിശ്വാസികളായിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞത്, നിങ്ങൾ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പെരുന്നാളും അതിൻ്റെ ആചാരങ്ങളും നിർത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് എന്നാണ്. നാം ചെയ്തു പോരുന്ന ആചാരങ്ങൾ നിർത്തിയാൽ ദൈവങ്ങൾ കോപിക്കുമോ, എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമോ എന്ന് പലരും ഭയപ്പെടുന്നു. ഇന്ന് പലരുടെയും കയ്യിൽ ചില ചരടുകൾ കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അത് ഊരിക്കളയുവാനോ അറുത്ത് കളയുവാനോ അവർ ഒരിക്കലും തയ്യാറാവുകയില്ല. കാരണം അവർക്ക് ഭയമാണ്. അത് മുറിച്ചു കളഞ്ഞാൽ എന്തെങ്കിലും അനർത്ഥം, ദൈവങ്ങൾ കോപിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലും ഉയർച്ചയിലും ഐക്യപ്പെടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെടുക എന്നതിൻ്റെ പൂർണ്ണ പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടനിൽ നിന്നുള്ള ആക്രമണങ്ങളെ അഭിമുഖീകരിച്ച് ഉറച്ചു നിൽക്കുന്നതിനെക്കുറിച്ച് പൗലോസിൻ്റെ വിപുലമായിട്ടുള്ള ഉപദേശങ്ങൾക്ക് ഈ ഭാഗം ഒരു മുഖ്യ അടിസ്ഥാനം ഇടുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ പൗലോസ് ഈ ദുരാത്മശക്തികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ക്രിസ്തുവിൽ ശക്തരാകുക എന്ന പ്രതിവിധിയാണ് അവിടെ താൻ പറയുന്നത്. അപ്പോൾ കർത്താവിൽ ശക്തരാകുക എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് ക്രിസ്തുവിൽ നാം ശക്തരാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2 സി പോയിൻ്റായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം സദാചാര ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ള കാര്യമാണ്. സദാചാര ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവരാണ്. സദ്ഗുണമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലും ഉയർച്ചയിലും ഉള്ള ഐക്യം നമ്മെ അതിന് പ്രാപ്തിപ്പെടുത്തുന്നു.
തീർച്ചയായും ദൈവം നന്മയിൽ നിന്ന് അങ്ങനെ ഒരു ജീവിതം പ്രതീക്ഷിക്കുന്നു. തിന്മ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വിവിധ ശക്തികളുടെ ശക്തിയെ ക്രിസ്തു തകർത്തതിനാൽ തൻ്റെ വിശുദ്ധനും നീതിമാനുമായ കഥാപാത്രത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ദൈനംദിന ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു നല്ല ജീവിതം നയിപ്പാൻ അവൻ നമ്മെ രൂപകൽപ്പന ചെയ്തു. അവൻ നമ്മെ സ്നേഹിച്ച അതേ വിധത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ ലജ്ജാകരവും അശുദ്ധവുമായ സ്വഭാവ ഗുണങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ക്രിസ്തുവിൻ്റെ എല്ലാ ഗുണങ്ങളും നാം ഏറ്റെടുക്കുകയും വേണം. ഈ വേദഭാഗം അങ്ങനെ എഫേസ്യർ 4-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾക്കും ധാർമ്മിക ഉപദേശങ്ങൾക്കുമുള്ള അടിത്തറയായിട്ട് അങ്ങനെ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെയും വിശ്വാസികളുടെ ശാക്തീകരണത്തിൻ്റെയും ഈ ഉദ്ദേശം പൗലോസിൻ്റെ കാലത്തെ പല മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. വിശ്വാസികളുടെ പലരുടെയും ഓറിയൻറ്റേഷൻ അഥവാ ചായ്വ് എന്ന് പറയുന്നത് സ്വയം സേവിക്കുക എന്നതാണ്. അതായത് ഈ ദൈവത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ പ്രയോജനം ലഭിക്കും, അല്ലെങ്കിൽ എൻ്റെ കന്നുകാലികൾ എങ്ങനെ പെറ്റുപെരുകാനും എൻ്റെ കാർഷിക വിളകൾ വർദ്ധിക്കുവാനും ഈ ദൈവത്തെ കൊണ്ട് എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ ദൈവം എന്നെ എന്തെങ്കിലും ശിക്ഷ കൊണ്ട് അടിക്കാതിരിക്കുവാൻ ഞാൻ ഇത് ചെയ്യുന്നു എന്ന നിലയിലായിരുന്നു അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. എന്നാൽ സുവിശേഷത്തിൻ്റെ ദിശ തികച്ചും വ്യത്യസ്തമാണ്. കാരണം നിങ്ങൾ ഇത് എനിക്കായി ചെയ്യുക, ഞാൻ പകരം നിനക്കായിട്ട് ഇന്നത് ചെയ്യാം എന്നതല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ ത്യാഗപരമായിട്ടുള്ള ദാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ അവൻ തൻ്റെ ജനം ഒന്നും പ്രതീക്ഷിക്കാതെ നൽകുവാനും സ്നേഹിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നാമതായി ഞാൻ പറഞ്ഞത്, മനുഷ്യവർഗം ഒന്നടങ്കം ലോകം, ജഡം, പിശാച് എന്നീ ശക്തികളുടെ അടിമത്തത്തിൽ കുടുങ്ങി മരിച്ച അവസ്ഥയിൽ കഴിയുന്നു എന്ന കാര്യമാണ്. അങ്ങനെ മരിച്ച അവസ്ഥയിൽ കരുണയും കൃപയും സ്നേഹവും ഉള്ള ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മെ രക്ഷിച്ചു. ഈ രക്ഷ നമുക്ക് ജീവനും ഈ അടിമത്ത ശക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് വിടുതലും നൽകി എന്ന കാര്യമാണ് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്. മൂന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നമ്മെ രക്ഷിച്ചതിൻ്റെ ഉദ്ദേശ്യം ദൈവമഹത്വത്തിനായി നാം ജീവിക്കണം എന്നതാണ്. മൂന്നാമത്തെ പോയിൻ്റ്, ദൈവം നമ്മെ രക്ഷിച്ചതിൻ്റെ ഉദ്ദേശ്യം ദൈവത്തിൻ്റെ മഹത്വത്തിനായി നാം ജീവിക്കണം എന്നതാണ്. ദൈവം നമ്മോട് കരുണ കാണിച്ചതിൻ്റെ ഉദ്ദേശ്യത്തെക്കുറിച്ചാണ് 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. ഇപ്പോഴും വരാനിരിക്കുന്നതുമായിട്ടുള്ള യുഗങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വെളിപ്പെടുത്തുക എന്നതാണ്. അതായത് കർത്താവിൽ വിശ്വാസമർപ്പിച്ചവരോട് ദയ കാണിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തെ സകല വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും മുൻപാകെ നിത്യമായിട്ട് പ്രദർശിപ്പിക്കുക. ക്രിസ്തു യേശുവിലാണ് ഈ അനുഗ്രഹങ്ങളൊക്കെയും ദൈവം ഒരുവനിൽ ചൊരിയുന്നത്. നാം ദൈവത്തിൻ്റെ ദയ അനുഭവിക്കുന്നത് നമ്മുടെ സ്വന്തം പാപം കലർന്ന പ്രയത്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് നാം പ്രിയപ്പെട്ടവനിൽ ആയതുകൊണ്ടാണ്. വി ആർ ഇൻ ക്രൈസ്റ്റ്. നാം സ്വർഗീയ മണ്ഡലത്തിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ ഒരു ഉദ്ദേശ്യം നാം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക എന്നത് മാത്രമല്ല, രക്ഷയിലെ ദൈവത്തിൻ്റെ മഹത്വവും കൂടിയാണ്. ക്രിസ്തുയേശുവിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ ദയയാൽ അവൻ നമ്മെ അനുഗ്രഹിക്കുമ്പോഴും പിതാവ് തന്നെ മഹത്വപ്പെടുത്തുകയാണ്.
ഇതാണ് ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം. അതായത് ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോഴും ദൈവം സ്വയം മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രക്ഷയുടെ നിമിഷം മുതൽ വരാനിരിക്കുന്ന യുഗങ്ങളിലുടനീളം നാം ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയും ദയയും വിശദീകരിക്കുന്നത് നിർത്തുകയില്ല. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസികൾ ദൈവത്തിൻ്റെ ഉത്തമ കലാസൃഷ്ടിയാണ്. 10-ാം വാക്യം, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു അധിക വിശദീകരണമാണ് ഈ വാക്യം. അതായത് വിശ്വാസികൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയാണെന്നും അത് മനുഷ്യ ഇടപെടൽ കൂടാതെ ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവിൽ നടന്നതാണെന്നും അതിൻ്റെ ആത്യന്തിക ഉത്തരവാദി ദൈവമാണെന്നും പൗലോസ് ഇവിടെ ഊന്നൽ നൽകി പറയുന്നു. ഈ സൃഷ്ടി നടന്നിരിക്കുന്നത് ക്രിസ്തുവിലാണെന്നും അതിൻ്റെ ഉദ്ദേശ്യം ദൈവം മുന്നൊരുക്കിയ സൽപ്രവൃത്തികൾ നടക്കേണ്ടതിനും വേണ്ടിയാണെന്നാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. ഉൽപ്പത്തിയിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടി നടന്നപ്പോൾ അതിൽ മനുഷ്യരുടെ യാതൊരു ഇടപെടലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ ഈ പുനർസൃഷ്ടിയിലും മനുഷ്യൻ്റെ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നാം ദൈവത്തിൻ്റെ കൈവേലയാണ്. അവൻ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ നാം അവൻ്റെ സ്വത്താണ്. ഞാനിനി എൻ്റെ സ്വന്തമല്ല, നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. എന്നിൽ ഇനി എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അവൻ വെച്ചതാണ്. അതിൽ പ്രശംസിപ്പാൻ നമുക്കുള്ളതല്ല. അവനത് ഇഷ്ടപ്പെട്ടാൽ പ്രശംസ കർത്താവിന് ഉള്ളതാണ്. നമ്മിൽ നന്മയായിരിക്കുന്നത് എന്തും ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ കാരണമല്ല, മറിച്ച് കൃപയുടെ ഫലമാണ്. ആദ്യം നല്ല പ്രവൃത്തി പിന്നെ കൃപ എന്ന നിലയിലല്ല, ആദ്യം കൃപ അതിനുശേഷം നല്ല പ്രവൃത്തി എന്നതാണ് അതിൻ്റെ ക്രമം എന്നത്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, രക്ഷ പ്രാപിക്കുവാനല്ല നാം സൽപ്രവർത്തികൾ ചെയ്യുന്നത്, രക്ഷയുടെ അനിവാര്യമായ വളർച്ചയായിട്ടാണ് ഇവിടെ സൽപ്രവർത്തികളുടെ പങ്കിനെ പ്രകീർത്തിക്കുന്നത്. പൗലോസ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല പ്രവർത്തികൾ ഗലാത്യർ 5 ആത്മാവിൻ്റെ ഫലമാണ്. അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിത്യാദി ക്രിസ്ത്യൻ സദ്ഗുണങ്ങൾ നമ്മിലുണ്ടായി വർദ്ധിച്ച് വരണം. കൂടാതെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, വർക്ക് ഓഫ് ഫെയ്ത്ത്, സ്നേഹത്തിൻ്റെ അധ്വാനം, ലേബർ ഓഫ് ലവ് എന്നിവയ്ക്ക് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത്തരം പ്രവൃത്തികൾക്കായി പൗലോസ് തെസ്സലോനിക്കരെ അഭിനന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുവാൻ പൗലോസ് 2 വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. ആ വാക്കുകൾ എന്നത് വർക്ക്മാൻഷിപ്പ് ആൻഡ് ക്രിയേറ്റഡ് എന്നിവയാണ്. വർക്ക്മാൻഷിപ്പ് അഥവാ കൈപ്പണി, രണ്ടാമത് സൃഷ്ടിക്കപ്പെട്ടത്. കൈപ്പണി എന്നതിന് ഗ്രീക്കിൽ പൊയ്മ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൃഷ്ടി എന്നതിന് ടിസ്തെൻഡസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടിസ്തെൻഡസ്. പൊയ്മ എന്ന വാക്ക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് അഥവാ മാസ്റ്റർ പീസ് എന്നീ നിലകളിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട്. ടിസ്തെൻഡിസ് എന്ന വാക്ക് ഒരു പുതിയ സൃഷ്ടിയെ കുറിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതായത് ദൈവത്തിൻ്റെ കരകൗശല വസ്തുവായി
സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ കരവിരുത് പ്രദർശിപ്പിക്കുന്നത് ദൈവം നമ്മിലൂടെയാണ്. നമ്മുടെ സ്വഭാവ സവിശേഷതകളിലൂടെയാണ്, സൽപ്രവൃത്തികളിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപയെ നാം പ്രദർശിപ്പിക്കേണ്ടത്. ടിം കെല്ലർ എന്ന ദൈവദാസൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: കല മനോഹരമാണ്, കല വിലപ്പെട്ടതാണ്. കല എന്നത് നിർമ്മാതാവിൻ്റെ അഥവാ കലാകാരൻ്റെ ആന്തരിക സത്തയുടെ പ്രകടനമാണ്. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ്. നിങ്ങൾ ദൈവത്തിന് വളരെയേറെ വിലപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവമെന്ന കലാകാരൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ ആന്തരിക സത്തയുടെ പ്രകടനമാണ്. ഞാൻ നിങ്ങളെ ഗംഭീരവും അതിശയകരമായ ഒന്നാക്കി മാറ്റും എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ കലാകാരനാണ്, നിങ്ങൾ എൻ്റെ കലയാണ്. ഞാൻ ചിത്രകാരനാണ്, നിങ്ങൾ എൻ്റെ ക്യാൻവാസാണ്. ഞാൻ ശില്പിയാണ്, നിങ്ങൾ എൻ്റെ മാർബിളാണ്. ക്വാറിയിൽ എനിക്ക് വലിയതൊന്നും കാണുവാൻ കഴിയുന്നില്ല, പക്ഷേ എനിക്ക് നിങ്ങളിൽ ചില വലിയ കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. യേശു ഒരു കലാകാരനാണ്, നാം അവൻ്റെ കിരീട നേട്ടമാണ്, നാം അവൻ്റെ മാസ്റ്റർ പീസുകളാണ്. ഈ ബോധ്യം നമ്മിൽ എത്ര പേർക്കുണ്ട്? ഞാൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് കളങ്കം വരുത്തുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമോ? യേശു എന്ന എന്നെ വരച്ച കലാകാരൻ്റെ സൃഷ്ടി വൈഭവത്തെ ചോദ്യം ചെയ്യുന്ന സ്വഭാവ സവിശേഷതകൾ എന്നിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ മോശം ആർക്കാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഒരു ഉത്തമ കലാസൃഷ്ടിയാകാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നും എല്ലായ്പ്പോഴും ഈ കാര്യം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുക എന്നതാണ്. ഞാൻ ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ്. ഞാൻ ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു മാസ്റ്റർ പീസാണ്. ഞാൻ ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കരവിരുതാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് കൂടെ പരിശോധിക്കേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും ആവശ്യമാണ്. 3b, നാം നടക്കേണ്ടുന്ന പാത ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവം ഒരു ജനതയെ തന്നോട് തന്നെ ബന്ധത്തിലായിരിക്കുവാൻ ഭൂതകാലത്തിൽ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് നടക്കുവാനുള്ള വഴിയും അവൻ അടയാളപ്പെടുത്തി. ഇത് സൽപ്രവൃത്തികളുടെ പാതയാണ്. ഇത് അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ യാത്രയിലുടനീളം അവരുടെ ജീവിതത്തെ ചിത്രീകരിക്കുകയും ദൈവത്തിന് മഹത്വം വരുത്തുകയും ചെയ്യും. ക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന് മുമ്പ് നാം ലോകം, ജഡം, പിശാച് എന്ന് 3 അടിമത്ത ശക്തികൾ ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമാണ് നാം ഓരോരുത്തരും ജീവിച്ചിരുന്നത്. ഇപ്പോൾ നാം അവയുടെ പിടിയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുകയും ദൈവം നമുക്കായി രൂപകൽപ്പന ചെയ്ത തിരക്കഥ പ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ തിരക്കഥ പ്രകാരമാണ് നാം ഇനി ജീവിക്കേണ്ടത്. ദൈവം മുന്നൊരുക്കിയ തിരക്കഥ സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെ പാതയാണ്. അതിലെ മുഖ്യ കഥാപാത്രം എന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിനാൽ നിയന്ത്രിതരായി ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവിനും ദൈവത്തിനും മഹത്വമുണ്ടാകുന്നത്. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.